ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദിലീപ്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു ചേമ്പുകറി ഉണ്ടാക്കാം. ഒരു നാടൻ ചേമ്പുകറിയാണ് എന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് വൈകാതെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ആദ്യമേ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചേമ്പ് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇതുപോലെ 4 പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള പീസാണെങ്കിൽ നന്നായി ചെറുതാക്കി കട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇടുന്നതായിരിക്കും, കുഴപ്പമില്ല. ഓക്കെ, പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഒരു 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4-5 വെളുത്തുള്ളി അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 ചെറുള്ളി, കുറച്ച് വറ്റൽമുളക്. ഓക്കെ, പിന്നെ നമുക്ക് ഒരു അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു കുറച്ച് പുളി, അത് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുക, വാളംപുളി. പിന്നെ ഒരു 1/2 മുറി തേങ്ങ, അതൊന്ന് ചിരകി എടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് തന്നെ ഒരു 4-5 ചെറുള്ളി, അതൊന്ന് റെഡിയാക്കി വെക്കാം. പിന്നെ കുറച്ച് ഒരു 1/2 സ്പൂണ് ചെറിയ ജീരകം. ഓക്കെ, ഇത്രയും സാധനങ്ങൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ പാനിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചേമ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ വേറെ ഒന്നും ചേർക്കാനൊന്നുമില്ല. ചേമ്പ് നമ്മൾ കഴുകി വൃത്തിയാക്കി അത് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു 2 പച്ചമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം, ഒരുപാട് വെള്ളം ചേർക്കണമെന്നില്ല. അതൊന്ന് ചേമ്പൊക്കെ ഒന്ന് മുങ്ങി കിടക്കുന്ന രീതിയിലുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം, ഉപ്പൊന്നും ഇപ്പോൾ ചേർക്കണ്ട, ഉപ്പ് നമുക്ക് പിന്നീട് ചേർക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ വേവാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. നല്ലപോലെ വേവണം. ഓക്കെ, ആ സമയം കൊണ്ട് നമുക്ക് അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ ചിരകി വെച്ചിരിക്കുന്നത് നമ്മളൊരു ജാറെടുത്ത് അതിലേക്ക് നമുക്ക് ചെറുള്ളി ഇട്ട് കൊടുക്കാം. നമ്മുടെ ജീരകവും കൂടെ ഇട്ട് കൊടുത്ത് പിന്നെ നമ്മുടെ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ അതും കൂടെ ഇട്ട് കൊടുക്കുക. ഒക്കെ ശേഷം ഒരു പച്ചമുളക് കേട്ടോ, അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒരു പച്ചമുളക് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് 2-3-4 വെളുത്തുള്ളി, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം. ഓക്കെ, കുറച്ച് വെള്ളം, തേങ്ങ ഒന്ന് മുങ്ങി കിടക്കുന്ന പോലെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഓക്കെ, അപ്പോഴേക്കും നമ്മുടെ ചേമ്പൊന്ന് വെന്തോ നോക്കാം. നമുക്ക് ചേമ്പ് നമുക്ക് അത്യാവശ്യം ഒന്ന് വെന്ത് വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് സമയം എടുക്കും. പകുതി വേവായി തോന്നുന്നു. നമുക്കിതിന് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഓക്കെ, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഇളക്കിയിട്ട് വീണ്ടും വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചേമ്പൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ചേമ്പിൽ വെള്ളമൊക്കെ ഒന്ന് കുറച്ച് വറ്റി. ഓക്കെ, അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർക്കുന്ന പരിപാടിയാണ്. ഓക്കെ, നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ നന്നായിട്ട് അരഞ്ഞിരിക്കണം. അപ്പോൾ ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ എന്നിട്ട് ആ ജാറൊന്ന് കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഞാനിവിടെ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി വെള്ളം കുറവായതുകൊണ്ട് കുറച്ചും കൂടെ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ടൊന്ന് തിളപ്പിക്കുക. അത്യാവശ്യം തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് നമ്മുടെ വാളംപുളി പിഴിഞ്ഞ് അത് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഓക്കെ, ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഉപ്പ് എത്രത്തോളം വേണം അതിനനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഓക്കെ,
നല്ലോണം അത്യാവശ്യം തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മെല്ലെ അതെടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു ചെറിയ പാന് നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഒരു 1/2 സ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ചെറുള്ളി ഒന്ന് അരിഞ്ഞിട്ട് അതുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് വറ്റൽ മുളക് അതും കൂടെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക. ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയതിന് ശേഷം നമുക്കിത് നമ്മുടെ വെന്ത് റെഡി ആയിരിക്കുന്ന നമ്മുടെ ചേമ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നമുക്ക് ചേമ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചേമ്പ് കറി ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ കഴിച്ചിട്ടില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. ഓക്കെ, താങ്ക് യു.